KPC പ്രസിഡന്റ് സ്ത്രീ വിരുദ്ധ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ത്രീ വിരുദ്ധ നിലപാടെടുത്തു എന്നാണ് ആങ്കർ പറഞ്ഞത്. അതിന് KPC പ്രസിഡന്റ് സ്ത്രീ വിരുദ്ധ നിലപാടാണ് എടുത്തത് എങ്കിൽ രണ്ട് കാര്യത്തിന് ഞാൻ ഉത്തരമാണ്. KPC പ്രസിഡന്റ് സ്ത്രീ വിരുദ്ധ നിലപാടാണ് എടുത്തതെങ്കിൽ കഴിഞ്ഞ ദിവസം തള്ളിയ, അതായത് രാഹുലിൻ്റെ തള്ളിയ ജാമ്യാപേക്ഷയിൽ അല്ലെങ്കിൽ തള്ളിയ ജാമ്യാപേക്ഷയുടെ ജാമ്യത്തിൻ്റെ ഈ വന്ന ജഡ്ജ്മെൻറ്റിൻ്റെ 18ാമത്തെ പേജിൽ ദ ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ് ദ KPC പ്രസിഡന്റ്, അതായത് FIR നമ്പർ 4156/2025 ദ ഡിഫാക്റ്റോ എന്ന് പറയുന്ന ആൾ KPCCയുടെ അധ്യക്ഷനാണ്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി വക്കീലാണ് എന്ത് ഈ പറയുന്ന ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ്. ഇതിലും കൂടുതൽ എന്ത്, അതായത് അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, രണ്ടാമത് പറഞ്ഞു, ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് സംശയമുണ്ടെന്ന് KPC പ്രസിഡന്റ് പറഞ്ഞ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഈ പറയുന്ന വിഷയം നടക്കുന്ന സമയം, ഈ പറയുന്ന സംഭവം ഉണ്ടാകുന്ന സമയം, ഈ സമയം കഴിഞ്ഞ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ മുഹൂർത്തത്തിൽ ഇത്രയും ഫ്രെയിം ചെയ്ത് ചാർട്ട് ചെയ്ത് സംഭവം വന്നപ്പോൾ സ്വാഭാവികമായും ആർക്കും ഉണ്ടാവാവുന്ന സംശയമാണ് കേരളത്തിലെ KPCCയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ചോദിച്ചത്. രണ്ടാമത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മളെല്ലാവരും മറന്നു പോകരുത്. CPMൻ്റെ മുൻ MLA, അതായത് ഗുരുവായൂർ CPMൻ്റെ മുൻ MLA കുഞ്ഞു മുഹമ്മദിനെതിരെ ഇപ്പോൾ ഒരു ആരോപണം വന്നു. 16 ദിവസമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി കൊടുത്തതാണ്. ആ അതിജീവിതയ്ക്ക് കൊടുക്കാത്ത പ്രയോറിറ്റി ഈ അതിജീവിതയ്ക്ക് കൊടുത്തു എന്നൊന്നും പറഞ്ഞ് കോൺഗ്രസിൻ്റെ വക്താക്കൾ ആരും എവിടെയും പറയുന്നില്ല. ഞങ്ങളെന്നും സ്ത്രീകൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇരയോടൊപ്പമുള്ള നിലപാട് തന്നെയാണ്. പക്ഷേ ഇരട്ട നീതി ശരിയല്ല. CPMൻ്റെ ഗുരുവായൂർ മുൻ MLA കുഞ്ഞു മുഹമ്മദ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതി കൊടുത്തിട്ട് 16 ദിവസം ആ പരാതി പൂഴ്ത്തിവെച്ചു. 16 ദിവസം ആ പരാതി പൂഴ്ത്തിവെച്ചു. KPCC പ്രസിഡന്റ് എന്താ ചെയ്തേ? ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ. KPCC പ്രസിഡന്റ് എന്താ ചെയ്തേ? ഈ പറയുന്ന KPCC പ്രസിഡന്റ് കറക്റ്റായി DGPക്ക് പരാതി ഫോർവേഡ് ചെയ്യുകയും ഈ പറയുന്ന ജാമ്യാപേക്ഷ, രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതിൻ്റെ 18ാമത്തെ പേജിൽ ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ് എന്ന പേരിൻ്റെ നേരെ എഴുതിയിരിക്കുന്നത് കേരളത്തിലെ KPCCയുടെ അധ്യക്ഷൻ്റെ പേരാ. ഈ CPMൻ്റെ മുൻ MLA കുഞ്ഞു മുഹമ്മദിനെതിരെ എന്തെങ്കിലും ഒരു നാവ് ഉരിയാടാൻ CPMൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് തയ്യാറായോ? തികച്ചും പക്വതാപരമായ നിലപാടാണ് കേരളത്തിൻ്റെ KPCCയുടെ അധ്യക്ഷൻ എടുത്തത്. ആ പക്വതാപരമായ നിലപാടിനൊപ്പമാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്.